ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ചലഞ്ചാണ്. ഈ ചലഞ്ചിന്റെ പേര് ഗസ് ദ മൂവി ചലഞ്ച്. ഞാൻ ഇപ്പോഴായിട്ട് അറിഞ്ഞത്. അപ്പൊ ഗസ് ദ മൂവി ചലഞ്ചാണ്. നമ്മള് വീഡിയോ നമ്മൾ സ്ക്രീനിൽ പ്ലേ ചെയ്യും. അപ്പൊ അത് കറക്റ്റ്, അതായത് ഇമേജുകൾ വെച്ചിട്ട് സിനിമ ഏതാന്നുള്ളത് നമ്മള് ഗസ് ചെയ്യണം. ഓരോരുത്തരായിട്ടോ നമ്മുടെ സ്പോട്ടില് ആലോചിച്ചിട്ട് പെട്ടെന്ന് ഇത്ര സമയം ഉണ്ടായിരിക്കും, ആ സമയത്തുള്ളിൽ നമ്മളത് ഞാൻ എന്തായാലും പറയത്തില്ല, നിങ്ങൾ കൊണ്ടുപോകും ഗൈസ്. അപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് ബുദ്ധിപരമായി നിൽക്കുവാണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോകും. ആയിക്കോട്ടെ, നീ അങ്ങ് എടുത്തു. ചലഞ്ചിൽ വഞ്ചനയില്ല, അതാണല്ലോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പൊ പൊന്ന വീഡിയോ പ്ലേ ചെയ്തിട്ട് നമ്മള് സെയിം, അതായത് ആലോചിച്ച് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇത്ര സമയം പെട്ടെന്ന് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. ഓക്കെ, സ്റ്റാർട്ട്. വധു ഡോക്ടറാണ് ഗൈസ്, വധു ഡോക്ടറാണ്. പക്ഷെ ഇതിന് മണവാട്ടി പെണ്ണ് സിനിമ കാണുമായിരിക്കും, അറിയത്തില്ല ഗൈസ്. അപ്പൊ ഇതിനകത്ത് ശരിക്കും മൂവിയുടെ നെയിം കാണുമായിരിക്കും. അപ്പൊ എന്താ നമുക്ക് നോക്കാം, പ്ലേ ചെയ്തു. സമയം ഇനി ഉണ്ടായിരുന്നു. ഡോക്ടർ ലവ്. അയ്യോ, അത് പക്ഷെ എങ്ങനെ അപ്പുറത്തെ കല്യാണപ്പെട്ടാന്നല്ലോ, അത് അവർക്ക് തെറ്റിയതാണോ? ഡോക്ടർ ലവ് ശരിയാ, അത് എന്തത് തുടക്കം കല്യാണ പെണ്ണ്, അത് കഴിഞ്ഞിട്ട് ഡോക്ടർ, അത് പക്ഷേ ശരിയല്ല. ശരിക്കും വധു ഡോക്ടർ. എനിക്കൊന്ന് വീഡിയോ ഉണ്ടാക്കിയ ആള് വധു ഡോക്ടർ ഇംഗ്ലീഷ് നെയിം എഴുതായിരിക്കില്ലയോ, കൂട്ടാൻ പറ്റത്തില്ല. സമ്മതിച്ചു. അടുത്തത് എന്താണ് ഗൈസ്? ഒന്ന് ആട് ആറ് ലവ്, ഒന്നാടാറ് ലവ്, ഒരടാർ ലവ്. ഒന്ന് ആടാറ് ലവ് ഗൈസ്, അടാർ ലവ്. ഇതിന്റെ ടൈമിംഗ് വെച്ചാൽ അങ്ങ് പോവാം. ഇല്ല, ഞങ്ങൾ ഭയങ്കര ലാഗായിട്ടിരുന്ന് ആലോചിച്ചിരിക്കും. ശരിയാ ഗൈസ്, അതിന്റെ ടൈമിംഗ് തന്നെ പോവാം. അത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കല്ലൻ റോക്ക് ആൻഡ് റോൾ. ഓ, പൊളി കറക്റ്റ് റോക്ക് ആൻഡ് റോൾ. എനിക്ക് 1 പോയിന്റ്. റോക്ക് ആൻഡ് റോൾ, ആ റോൾ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ തിന്നായിരുന്നു. നെക്സ്റ്റ് അത്ഭുത ദ്വീപ്. വരുവായിരുന്നു അത്ഭുതത്തിന് ഞാൻ വാവെന്നും പറഞ്ഞിട്ട് വരുവാ. 3 പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തോ. ഓ, അത്ഭുത ദ്വീപ് ഗൈസ്. ഇപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് നല്ല ചൂടുണ്ട് കേട്ടോ. സൺഡേ ഹോളിഡേ. കറക്റ്റ് ആയിരിക്കും. 3 പോയിന്റ്സ്. സൺഡേ ഹോളിഡേ. ഓക്കെ, കൊറേ നാളിന് ശേഷം നമ്മളിപ്പോ ഫുൾ വീഡിയോയിലോട്ട് വരുന്നല്ലേ. അമ്പുള്ളത് ബുദ്ധിമുട്ടാ, അമ്പ് ഒട്ടും സമ്മതിക്കത്തില്ല. അമ്പുള്ളത് ബുദ്ധിമുട്ടാണ് എന്നല്ല, അമ്പുള്ളത് ബുദ്ധിമുട്ടാണെന്നല്ല, അമ്പു വീഡിയോ എടുക്കാനായിട്ടൊരു നമുക്കൊരു സാഹചര്യം കിട്ടുന്നില്ല. അമ്പു എന്റെ കൈ മാത്രമേ നിൽക്കുന്നുള്ളൂ, ഭയങ്കര നിർബന്ധമാണ്. എന്നാ ചെയ്യാൻ പറ്റും, എന്നോട് ഇഷ്ടം കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യാൻ. പിന്നെ അതിനിടയ്ക്ക് അമ്പുവിന് പനിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. അമ്പുവിന് അതിന്റെ കുറച്ച് ഇറിറ്റേഷൻസ്, അതുകൊണ്ട് ഷോർട്സും ഫുൾ വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ വീണ്ടും ഞങ്ങൾ പൊടി തട്ടി വീണ്ടും എടുത്ത് വരുവാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും പറയുന്നത് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഗൈസ്. അപ്പോ നെക്സ്റ്റ് വന്നേക്കെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ, ഇതിന് തിങ്ക് ചെയ്യേണ്ട സമയമില്ല ഗൈസ്. ഓപ്പറേഷൻ ജാവ വളരെ സിമ്പിൾ ആണ്. അങ്ങനെ ഒരു സിനിമയുണ്ടോ ഓപ്പറേഷൻ ജാവ? മറ്റേ ലുക്മാന്റെ. എനിക്ക് അറിയത്ത പോലും ഉണ്ടായിരുന്നില്ല. സ്വർണ്ണമുട്ടത്താറാവ്. പൊന്മുട്ടയിരുന്ന താറാവ് കറക്റ്റ് ആൻസറാ. യെസ്. മറ്റേ സിനിമ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ. നെക്സ്റ്റ് വന്നേ ഉണ്ണിമൂന്തൻ 1 മക്കള്. ഉണ്ണിമൂന്തൻ 3 ഒരു കുറച്ച് മക്കളും. ഉണ്ണിമൂന്ത 3 ഒരു 3-ൽ ഒരാൾ പെൺകുട്ടി അല്ല, ഉണ്ണികളെ 3-ൽ ഒരാൾ പെൺകുട്ടി അല്ല ഗൈസ്. അടുത്തത് അനുരാഗക്കരിക്കിൻ വെള്ളം. എന്നാ ചെയ്യാൻ പറ്റും ഗൈസ്, അനുരാഗക്കരിക്കിൻ വെള്ളം അത് കറക്റ്റാ. അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അനുരാഗക്കരിക്കിൻ വെള്ളം അത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു, പക്ഷെ അങ്ങോട്ട് വന്നില്ല. എല്ലാം സിമ്പിൾ ആണ്. ശരിക്കും പറഞ്ഞാലേ ഫസ്റ്റില് ഞാൻ ഇട്ട, പക്ഷെ ഹൃത്തിക് റോഷന്റെ സാധനം കിട്ടിയില്ല. കട്ടമരം ഹൃത്തിക് റോഷൻ. ഞാൻ കട്ടമരം ഹൃത്തിക് റോഷൻ വെച്ചിട്ടിരിക്കുക. എനിക്ക് കിട്ടുണ്ടായിരുന്നേ. നെക്സ്റ്റ് വൺ മൈലാഞ്ചി മഞ്ചുള്ള വീട്. അത് എന്റെ പൊന്ന കൊണ്ടുപോയി. ഇവിടെ കണ്ട ഒരുങ്ങിയൊക്കെ വന്നിരിക്കണ്ടോ വീഡിയോ. ഞാൻ സത്യം പറഞ്ഞ ഫുൾ വീഡിയോക്ക് വേണ്ടി ഒരുങ്ങിയതല്ല, ഷോർട്സ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയത്. മൈലാഞ്ചി മഞ്ചുള്ള വീഡിയോ കറക്റ്റ് ആട്ടോ.
നെക്സ്റ്റ് പെണ്ണേ ഏത് ലൈല? നടി ലൈല. പഴയ നടി ലൈലയോ? അത് പഴയതാക്കണമെങ്കിൽ പഴയതാക്കാം. ലൈല ഓ ലൈല. ആ ഓ മനസ്സിലായി. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. കാക്കയ്ക്കും പൂച്ചയ്ക്കും ഇന്ന് കല്യാണം. രാവിലെ മൊത്തം ഒരാള് അമ്പു കരയാതിരിക്കാൻ വേണ്ടിട്ട് പൂച്ച കാക്ക കാക്ക പൂച്ച. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം ഗൈസ്. യെസ്, ദിലീപ് ഏട്ടന്റെ പടം. നെക്സ്റ്റ് ഒന്ന് മനുഷ്യൻ പരിപാടി. ഇതിനൊരു ഇച്ചിരി സമയം കൊടുക്കാം ഗൈസ്. പേര് വരുന്ന നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ടഫാണല്ലോ. കരടിക്കൊണ്ടൊരു ഒന്നാളാം അങ്ങനെ ടൈം ഇതാക്കാൻ പറ്റില്ല. നമ്മള് രണ്ടുപേരും വൺ മാൻ ഷോ. കരടി വന്ന സാധനം കൊള്ളാം കേട്ടോ. ഞണ്ടിറക്ക് ഞാടോ ബ്രേക്ക്. ശരിയാ, ഞണ്ടുകളുടെ നാട്ടിൽ. അൽത്താഫിന്റെ സിനിമയല്ലേ? ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള. കറക്റ്റ് ഗൈസ്. അപ്പം തീപ്പുലി, അപ്പം തീക്കീരി, അപ്പൂത്തിക്കിരി. അപ്പൂത്തിക്കിരി കൊള്ളാം കേട്ടോ. അത് കൊള്ളാം, അടിപൊളി. അത് പൊളിച്ചു. അപ്പൂത്തിക്കിരി. ആ പൊളി ഗൈസ്. സെറ്റ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. യെസ്, അത് പൊന്നെ എടുത്തോട്ടെ, കാരണം എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞില്ലല്ലോ. ജെന്റിൽമാൻ ആകാംക്ഷയായി കേട്ടോ സത്യം പറഞ്ഞാൽ. ത്രില്ലിംഗ് ആണ്. പെൺപൂട്ട്, ഷൈക്കൂട്ട്, പെൺപൂട്ട്, പെൺകൂട്ട്, ഒളിക്കൂട്ട്, ഷൈലോക്ക്, കീ പശുപ്പാൽ, താക്കോൽ പശുപ്പാൽ, പൂട്ട് പശുപ്പാൽ, പൂട്ടുപാൽ, പൂട്ട് ലോക്പാൽ, വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ട്രീയോ ഉണ്ട്, എന്തോ കുപ്പി കിട്ടത്തില്ല. അത് മനസ്സിലായി. ഓക്കെ എടാ, ഇവിടെ പ്രിയാമണി ഇല്ലയോ? അല്ല, പിന്നെ പേര് മറന്നുപോയല്ലോ. ഇവിടെ സിനിമ കാണുമോ എനിക്ക് ഡൗട്ട്. ആരായിരുന്നു? നമ്മള് ഫുള്ള് ഫെയിലായി. വടക്കോട്ട് തിരിഞ്ഞ നാലാമത്തെ വീട് ഗൈസ്. വടക്കോട്ട് ആരെ കണ്ട് വടക്കേതാ തെക്കാന്ന് എനിക്കറിയത്തില്ല, എങ്കിലും വടക്കോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട്. ഗൈസ്, കാരണത്തിരുന്ന് പുഴുങ്ങുന്നു. ആറിലൊരാൾ ഓടി. ഓടിയോ? നിങ്ങളൊന്ന് മിണ്ടായിരിക്കോ? ആറാം തമ്പുരാൻ. ഓ കൊള്ളാം. ആന്റി ക്ലോക്ക് സിനിമ ഉണ്ടോ ഗൈസ്? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഞങ്ങള് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഉറുമ്പുകൾ ഉറങ്ങാറില്ല. ആന്റി ക്ലോക്ക് സിനിമ ഉണ്ടോ? അഞ്ചര കല്യാണം ഗൈസ്. അഞ്ചര കല്യാണം. ഓ, മറ്റേത് കൊള്ളാം. യെസ്, അഞ്ചര കല്യാണം കറക്റ്റ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ, പൂക്കുമ്പോഴല്ലേ? മുന്തിരി വള്ളികൾ പൂക്കുമ്പോൾ അല്ല, തളർക്കുമ്പോൾ. മുന്തിരി വള്ളികൾ തളർക്കാണോ ഇപ്പൊ തീരുമാനിക്കണം. മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ കറക്റ്റ്. നീ ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ വിട്ടു തന്നല്ലേ ഗൈസ്. എന്നെ നോക്കണ്ട യു ആരോ നോർത്ത് 24 കാതൽ അല്ലല്ലോ, കണക്കാവുന്നില്ലല്ലോ. വടക്ക് നോക്കി യന്ത്രം. ഓ ഓക്കെ കൊള്ളാം കേട്ടോ. കബഡി ശരിയാ, കബഡി. ഓക്കെ ശരി, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടം കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ട്. ലവ് 100 0. അയ്യോ മനസ്സിലായി. ലവ് 100 മുട്ട. ലവ് 100 0. ഇഷ്ടമാണ് 100 വട്ടം. അയ്യോ, പിന്നെ മനസ്സിലായില്ലായിരുന്നു. ഓക്കെ ഈ പെണ്ണിനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ മറ്റേ ന്യൂസിലൊക്കെ. സ്വപ്നക്കൂട് ഗൈസ്. സ്വപ്ന സുരേഷ്. സ്വപ്നക്കൂട്. ലവ് ആക്ഷൻ ഡ്രാമ എല്ലാം തോക്കിക്കൊണ്ട് പോവാ. എനിക്ക് ഒന്നുമില്ല പറയാൻ. ഇവിടെ ഇരുന്ന് ഉരുവാണ് ഗൈസ്. ഭയങ്കര ചൂട്. സത്യം പറഞ്ഞാലേ
പുറത്തെ നോയ്സ് കാരണം മൈക്കിന് ചെറിയൊരു കംപ്ലൈന്റ്. അപ്പൊ പുറത്തെ നോയ്സ് കാരണം വീഡിയോക്കകത്ത് നോയ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്കകത്ത് കയറിയത് ആട്ടപ്പാട്ടല്ല പക്ഷേ AC ഇട്ട് ഇരിക്കാമായിരുന്നു. AC ഇട്ട് ചിലപ്പോ സൗണ്ട് എല്ലാം കയറിയല്ലോ. സോ അതുകൊണ്ട് ഞങ്ങൾ ഷീറ്റിന്റെ താഴെ വണ്ടിയുടെയും താഴെ കയറി പുഴുങ്ങിയിരിക്കുവാണ്. ഉരുകുതേ കേസ്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. ഇത്ര സിമ്പിൾ ആയിരുന്നു. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തു. നീല ആകാശവും പച്ചക്കടലും ഭയങ്കര ബുദ്ധിമുട്ടിയല്ലേ. കൊള്ളാം. അത് കൊള്ളാം. പക്ഷെ അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന കേട്ടോ. എന്നിട്ടും പറയാൻ പറ്റില്ലെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഗപ്പി ഞാൻ പറയാം ഗോൾഡ് ഫിഷ്. അത് മനസ്സിൽ വന്ന ഗോൾഡ് ഫിഷ് തീർന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. കാരണം എന്റെ പ്ലേ ചെയ്ത് നോക്കാം. ഇല്ല ഗൈസ്, അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പൊ നമ്മള് മാർക്ക് എണ്ണി തുടങ്ങിയെങ്കിലും പിന്നീട് നമുക്ക് മാർക്ക് കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നോക്കിയിട്ട് കാര്യമില്ല, കാരണം എനിക്ക് കിട്ടിയില്ലെന്ന് എനിക്കറിയാം. വണ്ടിക്കകത്തിരുന്ന ടിഷ്യൂ ഫുള്ള് തീർത്തിട്ടുണ്ട്. മൊത്തം ചുരുട്ടി കളഞ്ഞോണ്ടിരിക്കും ഓരോ ഗ്യാപ്പ്. എന്താണ് ഗൈസ് എനിക്ക് വേർപ്പിന്റെ അസ്കിത ഉള്ളത് കാരണമേ ഞാൻ അങ്ങ് മൊത്തത്തിൽ അസ്കിതയാ ഗൈസ്. അപ്പൊ നമ്മള് അമ്മുവിനെ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ടാ വന്നേക്കുന്നത്. അമ്പു ചിണുങ്ങി നിൽക്കുമായിരുന്നു അപ്പൊ തന്നെ. പിന്നെ എത്രത്തോളം വീഡിയോ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഓടി പോകേണ്ടവരും എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുക, റെഡി ആയിട്ട് ഇങ്ങനെ ഓർഡർ റെഡി ആയിട്ടിരിക്കുക. പിന്നെ ഷീറ്റിന്റെ താഴെ വണ്ടിക്കകത്ത് നല്ല ചുട്ട് പഴുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരുപാട് നാളായി വീഡിയോ എടുത്തിട്ട്. വീഡിയോ എടുക്കാൻ ഞങ്ങൾ എന്നും നോക്കും. എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുറെ നാളിന് ശേഷം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സൗണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെറിയൊരു മൈക്കും കൂടെ പണി പറ്റിച്ചോണ്ടാണ് മൊത്തത്തിൽ അവതാരം. ചോദിച്ചില്ലല്ലോ മൈക്കിന്റെ കാര്യം. ചോദിച്ചോ നിങ്ങളുടെ ആരെങ്കിലും നേരത്തെ മൈക്കിന്റെ കാര്യം പറയാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇതുപോലെ 24 മണിക്കൂറും വാ തുറന്നാ വാരാനായിട്ട് ഇറങ്ങും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. അങ്ങനത്തെ കുറെ പേര് കാണും ഇതിനകത്ത്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മളെ കൊണ്ടൊന്ന് വാ തുറക്കാൻ സമ്മതിക്കില്ല. നമ്മൾ വാ തുറക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ചളിയടി ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ കമന്റ് തൊട്ടാൻ പറ്റത്തില്ല ഗൈസ്. മേക്കപ്പ് പറഞ്ഞാൽ കയ്യിലൊക്കെ നല്ല വളവളാന്ന് ഒട്ടുക ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഞങ്ങൾ മാക്സിമം പുതിയ കണ്ടന്റുകളും കുറെ വീഡിയോസും ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഞങ്ങൾ എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പൊ ശരി, ടാറ്റ, ബൈ.